ഹായ് ഫ്രണ്ട്സ്, ടെക് ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ കണ്ണൂരിന്റെ പ്രത്യേകതകളും. കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ നഗരമാണ് ഇതിന്റെ ആസ്ഥാനം. വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ 5ാം സ്ഥാനത്താണ് കണ്ണൂർ. കേരളത്തിലെ 4ാമത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കണ്ണൂർ, കണ്ണനൂർ, കണ്ണൂർ, കേണൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പ്രധാന തൊഴിൽ മേഖല കൃഷി തന്നെയാണ്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, വാനില, കപ്പ, കശുവണ്ടി ഇവയെല്ലാം ഇവിടെ കൃഷി ചെയ്യും. എങ്കിലും കാർഷിക മേഖലയുടെ നട്ടെല്ല് റബ്ബറും തെങ്ങും തന്നെയാണ്. കണ്ണൂർ കൈത്തറിയുടെ വീടിയുടെയും കൂടി നാടാണ്. കണ്ണൂരിന്റെ പരമ്പരാഗത മേഖല ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കണ്ണൂരിലെ കൈത്തറി ലോക പ്രശസ്തമാണ്. കേരള ദിനേശ് പീഡിയയിൽ കണ്ണൂരിലെ തൊഴിൽ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനമാണ്. കൂടാതെ ധാരാളം പേർ ഗൾഫിലും മറ്റ് വിദേശങ്ങളിലും തൊഴിൽ ചെയ്യുന്നുണ്ട്. കണ്ണൂരിന്റെ മറ്റ് പ്രത്യേകതകൾ: ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയും കണ്ണൂർ തന്നെയാണ്. ഏക കണ്ടോൺമെന്റ് ഉള്ള ജില്ലയും കണ്ണൂർ തന്നെ. കശുവണ്ടി ഉൽപ്പാദിക്കുന്ന ആദ്യ ജയിൽ മ്യൂസിയം ഉള്ള ഒരു ജില്ലയുമാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ അതിരുകൾ നോക്കുകയാണെങ്കിൽ വടക്ക് കാസർഗോഡ് ജില്ലയും കിഴക്ക് കർണാടക സംസ്ഥാനത്തിലെ കൂർഗ് ജില്ല, തെക്ക് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായി മയ്യഴി, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകൾ, പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയൊക്കെയാണ് കണ്ണൂർ ജില്ലയുടെ അതിർത്തികൾ. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സുപ്രധാനമായ ഒരു കുടിയേറ്റ മേഖലയാണ് ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള ഒരു പ്രധാന പട്ടണം. തലശ്ശേരി വീരാജപേട്ട അന്തർ സംസ്ഥാന പാത, തളിപ്പറമ്പ് സംസ്ഥാന പാത എന്നിവ ഇരിട്ടിയിലൂടെ കടന്നു പോകുന്നു. പായം, കീഴൂര്, ആറളം, അയ്യങ്കുന്ന്, പുളിക്കൽ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി 2014 കണ്ണൂർ ജില്ലയിലെ 4ാമത് താലൂക്ക് ആയി ഇരിട്ടി താലൂക്ക് രൂപീകരിച്ചു. സമീപ സ്ഥലങ്ങളിലെ കർഷകരുടെ പ്രധാന വിപണന കേന്ദ്രമാണ് ഈ പട്ടണം. 2015 ഇരിട്ടിയെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തി. കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും ഏകദേശം ഒരേ ദൂരമാണ് ഇരിട്ടിയിലേക്കുള്ളത്. ഇവിടെ നിന്ന് എത്തിച്ചേരാവുന്ന മറ്റു പ്രധാന സ്ഥലങ്ങൾ പേരാവൂർ, കൂട്ടുപുഴ, വള്ളിത്തോട്, കിളിയന്തറ, പേരട്ട, പട്ടിയന്തോൾ, മാട്ര, മണിക്കടവ്, നിച്ചാട് എന്നിങ്ങനെ ഒട്ടനവധി അനവധി സ്ഥലങ്ങൾ. കുടിയേറ്റ കർഷകരുടെ ഒരു താവളമാണ് ഇരിട്ടി. ഇരിട്ടി എന്ന പേര് വരുവാനുള്ള കാരണം ബാരാപ്പോൾ പുഴയും ബാവലിപ്പുഴയുമാണ്. ഈ പ്രധാനപ്പെട്ട 2 പുഴകളും കൂടിച്ചേർന്ന സ്ഥലമായതുകൊണ്ട് നാട്ടുകാർ ഈ പുഴയെ ഇരട്ടപ്പുഴ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഇരട്ടപ്പുഴ ഒഴുകുന്ന സ്ഥലം പിന്നീട് ഇരിട്ടി എന്ന് അറിയപ്പെട്ടു. പച്ചപ്പ് പൊതിച്ച ഈ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രത്തെ ഹരിതനഗരം എന്നാണ് വിളിക്കുന്നത്. ഇരിട്ടിയുടെ മറ്റൊരു സവിശേഷതയാണ് ഇരിട്ടി പാലം. സ്റ്റീലിൽ നിർമ്മിച്ച ഇരിട്ടി പാലം കൊടക്, തലശ്ശേരി പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷ് അധികൃതർ 1933 നിർമ്മിച്ച 10 ടൺ ഭാരം വരുന്ന പാലമാണ്. ഇരിട്ടിയിലെ ഉരുക്കുപാലം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിലെ ജോർജ് ആൻഡേഴ്സണാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. മറ്റൊരു പ്രധാന സ്ഥലം, ടൂറിസ്റ്റ് പ്ലേസ് ആണ് സെന്റ് ആഞ്ചലോ കോട്ട, കണ്ണൂർ കോട്ട എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അറബിക്കടലെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 440 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു കോട്ടയാണ് തലശ്ശേരി കോട്ട. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ അറബിക്കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് തലശ്ശേരി കോട്ട. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിനായി 1705 സ്ഥാപിച്ചതാണ് ഈ കോട്ട. തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യാപാരികളായി വന്ന ഇംഗ്ലീഷുകാർ 1 നൂറ്റാണ്ട് കാലത്തിനിടയിൽ നാട്ടിലെ ഭരണാധികാരികളായി തീർന്ന ചരിത്രത്തിന്റെ പ്രതീകമാണ്. കണ്ണൂരിനടുത്തുള്ള അടുത്തൊരു പ്രധാന സ്പോട്ടാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഒരു കടൽ തീരമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ദേശീയപാത 17 സമാന്തരമായി ആണ് ഈ കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ച് ഇതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഇൻ ബീച്ച് മുഴപ്പിലങ്ങാട് ആണ്. 5 കിലോമീറ്റർ നീളമുള്ള ഈ കടപ്പുറം ഒരു വലിയ അർദ്ധവൃത്തത്തിലാണ് ഉള്ളത്.
കടൽ തീരത്തിന് തെക്ക് വശത്തായി കടപ്പുറത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ അകലെ കടലിൽ കാണാവുന്ന ഒരു ധർമ്മടം തുരുത്ത് ദ്വീപ്. ഈ ചെറുദ്വീപിനെ പ്രാദേശികമായി പച്ചത്തുരുത്ത് എന്നും വിളിക്കുന്നു. ധർമ്മടം 100 വർഷത്തിലേറെ പഴക്കമുള്ള ബ്രണ്ണൻ കോളേജിനും ധർമ്മടം ദ്വീപിനും പ്രശസ്തമാണ്. ഈ സ്ഥലം ധർമ്മടം ദ്വീപിന് 3 വശത്തും അഞ്ചരക്കണ്ടി പുഴയും ഒരു വശത്ത് അറബിക്കടലുമാണ്. ധർമ്മടം പട്ടണം എന്ന് അറിയപ്പെടുന്ന ധർമ്മടം ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു. ധർമ്മടം ദ്വീപ് ധർമ്മടത്തിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ്. എത്തിച്ചേരുവാനുള്ള വഴി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ കണ്ണൂർ 17 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് 5 കിലോമീറ്ററുമാണുള്ളത്. ഏറ്റവും അടുത്ത വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം 23 കിലോമീറ്റർ അകലെയാണ്. പ്രധാന സ്ഥലമാണ് പയ്യാമ്പലം കടപ്പുറം. കണ്ണൂർ ജില്ലയിൽ ഒരു കടൽ തീരമാണ് പയ്യാമ്പലം കടപ്പുറം. ഈ കടൽ തീരം അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ടതും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. കണ്ണൂർ പട്ടണത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് പയ്യാമ്പലം കടപ്പുറം ഉള്ളത്. പ്രശസ്ത ശില്പികനായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന ശില്പം ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ശാന്തസുന്ദരമായ ഈ കടൽ തീരത്തിന് സമീപമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AK ഗോപാലൻ അങ്ങനെ മറ്റു പ്രശസ്തരുടെ ശവകുടീരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തലശ്ശേരിയിലുള്ള മറ്റൊരു പ്രധാന സ്പോട്ടാണ് ഗുണ്ടർട്ട് ബംഗ്ലാവ്. കണ്ണൂർ ജില്ല ആസ്ഥാനത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ തലശ്ശേരിക്കടുത്തായി ഇല്ലിക്കുന്നിലാണ് ഈ ഗുണ്ടർട്ട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയ്ക്കരികിലാണ് ഈ ഭവനം. ചരിത്ര പ്രാധാന്യമുള്ള ഈ ബംഗ്ലാവ് പ്രശസ്ത ജർമ്മൻ പണ്ഡിതനും മലയാളത്തിലെ ആദ്യ നിഘണ്ടുവിന്റെ കർത്താവുമായ ഹെർമൻ ഗുണ്ടർട്ട് താമസിച്ചിരിക്കുന്ന ഭവനം. അദ്ദേഹം 1839 മുതൽ 20 വർഷത്തോളം ഇവിടെ താമസിച്ചിരുന്നു. ഇവിടെ നിന്നാണ് മലയാളത്തിലെ ആദ്യ ഭാഷാ നിഘണ്ടുവും ആദ്യത്തെ മലയാള ദിനപത്രമായ പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. ഇനി കുടിയേറ്റ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കയം തട്ട്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഇനി അറിയാം. കണ്ണൂർ ജില്ലയിൽ നടുവിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് പാലക്കയം തട്ട്. പശ്ചിമ മലഘട്ടനിരകളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശം കൂടിയാണ്. അപൂർവേന ഔഷധ സസ്യങ്ങളും പക്ഷികളും ജീവജാലങ്ങളും ഈ പ്രദേശത്തുണ്ട്. നടുവിൽ ടൗണിൽ നിന്ന് മണ്ഡലം ജംഗ്ഷൻ വഴി പാലക്കയം തട്ടിലെത്താം. വലിയ തോതിൽ ഉള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഈ ജൈവ വൈവിധ്യ പ്രധാനമായ സ്ഥലത്തിന് ഇപ്പോൾ ഭീഷണിയാണ്. ധാരാളം കുന്നുകളും മലമടക്കുകളും ഉള്ള ഒരു പ്രദേശമാണ്. ജൂൺ സമയത്ത് വളരെയധികം കോടയും തണുപ്പുമുള്ളൊരു സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പാലക്കയം തട്ട്. പാലക്കയം തട്ടിലേക്ക് എത്തിച്ചേരുവാൻ തളിപ്പറമ്പിൽ നിന്നും കൂർഗ് പാതയിൽ 28 കിലോമീറ്റർ അകലെയാണ് പാലക്കയം തട്ട്. കൂർഗ് പാതയിൽ കാഞ്ഞിരോട് ചപ്പരപ്പടവ് വഴി നടുവിലെത്താം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മണ്ഡലം എന്ന സ്ഥലത്തിലേക്ക് 5 കിലോമീറ്റർ കയറ്റം കയറണം. പാലക്കയത്തെത്തുവാൻ പലരും ജീപ്പ് സർവീസാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഒരുവിധം എല്ലാ ഇടത്തരം ചെറുവാഹനങ്ങളും പാലക്കയം തട്ട് വരെ എത്തും. കണ്ണൂർ ജില്ലയിലെ വേറൊരു പ്രധാന ടൂറിസ്റ്റ് സെന്ററാണ് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം. കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം അഥവാ പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണത്തിലും വളർച്ചയിലും ഈ പാർക്കിന് വലിയ പങ്ക് വഹിക്കുന്നത്. സ്നേക് പാർക്ക് വിവിധ തരം പാമ്പുകൾ ഈ പാർക്കിൽ ഉണ്ട്. പാമ്പുകൾക്ക് പുറമെ കുരങ്ങു, കാട്ടുപൂച്ച, ഉടുമ്പ് മുതല തുടങ്ങിയ ജീവികളെയും ഈ പാർക്കിൽ കാണാവുന്നതാണ്. മൂങ്ങ, ഗിനിക്കോഴി, പരുന്ത്, മയില് തുടങ്ങിയ പക്ഷികളെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പാമ്പുകളെ കുറിച്ച് സന്ദർശകർക്ക് ബോധവൽക്കരിക്കാൻ ഓരോ മണിക്കൂറിടവിട്ട് പ്രദർശന ക്ലാസുകളും ഇവിടെ നടത്തി പോകുന്നുണ്ട്. പറശ്ശിനിക്കടവുള്ള മറ്റൊരു പ്രധാന കേന്ദ്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കേരളത്തിലെ തനതായ ദ്രാവിഡ ആരാധന രീതികളിലുള്ള ഒരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. വളപട്ടണം നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 16 കിലോമീറ്റർ വടക്കാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റു തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങൾ ഒഴികെ തെയ്യം കെട്ടിയാടുന്നു. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പുണ്യ സ്ഥലമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വളരെ പ്രശസ്തമാണ്. ഇനി നമുക്ക് പഴശ്ശി അണക്കെട്ടിനെ കുറിച്ച് അറിയാം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ അടുത്ത് സംസ്ഥാന പാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കുഴി എന്ന പ്രദേശത്ത് വളപട്ടണം നദി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ അണക്കെട്ട് പഴശ്ശി അണക്കെട്ട്, പഴശ്ശി ഡാം എന്നും അറിയപ്പെടുന്നു. കുയിലൂർ എന്ന പ്രദേശത്ത് ഉള്ളതിനാൽ കുയിലൂർ അണക്കെട്ടും എന്നും പറയുന്നുണ്ട്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതിയായിരുന്നു പഴശ്ശി ജലസേചന പദ്ധതി. ഇതിന്റെ ഒരു കര ഇരിട്ടി താലൂക്ക് കുയിലൂർ പ്രദേശം, മറുകര തലശ്ശേരി താലൂക്കിലെ വെളിയമ്പ്രയും ആണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ള വിതരണവും നടത്തുന്നതിന് പദ്ധതിയുടെ സംഭരണി പ്രദേശത്ത് പ്രത്യേക കിണറുകൾ, പമ്പിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ജപ്പാൻ സഹായത്തോടെയുള്ള പട്ടവും കുടിവെള്ള പദ്ധതി കണ്ണൂർ ടൗണിലെ കുടിവെള്ളം എത്തിക്കുന്നു. മറ്റൊരു മേഖലയാണ് പൈതൽമല. പാലക്കയം തട്ടിന് സമീപത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് പൈതൽമല. സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4124 ഏക്കർ പ്രദേശത്ത് പൈതൽമല പരന്നു കിടക്കുന്നു. നിബിഡ വനങ്ങളും മലമുകളിലുള്ളത്. അടിവാരത്തിൽ ഒരു വിനോദസഞ്ചാര അന്വേഷണ കേന്ദ്രവും താമസ സൗകര്യവും ഉണ്ട്. മലമുകളിൽ ഒരു നിരീക്ഷണ ഗോപുരവും സ്ഥിതി ചെയ്യുന്നു. കേരള കർണാടക അതിർത്തിയിലായി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 65 കിലോമീറ്റർ കിഴക്കായി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരികൾക്കായി മല കയറുന്നവർക്ക് പ്രിയങ്കരമാണ് ഈ സ്ഥലം. പൈതൽമല 2 കിലോമീറ്റർ വടക്കാണ് കുടക് വനങ്ങൾ. മറ്റൊരു പ്രധാന സ്പോട്ടാണ് കാഞ്ഞിരക്കൊല്ലി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖല പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കാഞ്ഞിരക്കൊല്ലി. കണ്ണൂരിൽ നിന്നും കൂത്തുറമ്പ്, ഇരിട്ടി, ഉളിക്കൽ വഴി കാഞ്ഞിരക്കൊല്ലി ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്താണ്. ഇതിനടുത്ത് ശശിപ്പാറയും ആനത്തെറ്റി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സ്ഥലമാണ് മാടായിപ്പാറ. മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിപ്പാറ. 600 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ്. മാടായിപ്പാറ ധാരാളം വിനോദസഞ്ചാരികളും യങ്സ്റ്റേഴ്സും കാണുവാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് മാടായിപ്പാറ. ഇനി മറ്റൊരു സ്ഥലം കാണാം, ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയും കണ്ണൂർ നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ചെറിയ വന്യജീവി സങ്കേതമായ ഇതിന് വിസ്തൃതി 55 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. വന്യജീവി സങ്കേതത്തിൽ ആന, കാട്ടുപോത്ത്, മ്ലാവ്, കേഴ്മാൻ, കാട്ടുപന്നി, കാട്ടുനായ, കടുവ, വിവിധതരം കുരങ്ങുകൾ, കുട്ടിത്തേവാങ്ക് തുടങ്ങിയവയുണ്ട്. വളപട്ടണപ്പുഴയുടെ പ്രധാന നീർച്ചാലായ ചീങ്കണിപ്പുഴ, പാവലിപ്പുഴ എന്നിവയുൾപ്പെടെ നിരവധി ചെറുതും വലുതുമായ അരുവികളും തോടുകളും ഈ വന്യജീവി സങ്കേതത്തിലൂടെയാണ് അതിരുകളിലൂടെയാണ് ഒഴുകിയിരുന്നത്. മറ്റൊരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. 23ാമത്തെ വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ തന്നെ 2ാമത്തെ വന്യജീവി സങ്കേതമാണ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതം പോലെ തന്നെ കൊട്ടിയൂർ വന്യജീവി സങ്കേതവും ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 74 മീറ്റർ മുതൽ 1361 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വ്യാപിച്ചു കിടക്കുന്ന ഈ സംരക്ഷണ പ്രദേശത്ത് നിത്യഹരിത വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, പുൽമേടുകൾ എന്നിവ കാണപ്പെടുന്നു. ബാവലിപ്പുഴ ഈ വന്യജീവി സങ്കേതത്തിന്റെ ാണ് ഒഴുകുന്നത്. വന്യജീവി സങ്കേതത്തിന് സമീപത്ത് തന്നെയാണ് കൊട്ടിയൂർ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്.